തേവരയിൽ നടന്നത് ദിവ്യകാരുണ്യ മോഷണം തന്നെയോ? യാഥാർത്ഥ്യമെന്ത്? ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. വെറുമൊരു വെള്ള ഓസ്തി കൊണ്ടുപോകുന്നത് ഇത്ര വലിയ പ്രശ്നമാണോ? ഇതെന്താ സ്വർണമാണോ? ആദ്യമേ തന്നെ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്ന്, എന്താണ് ദിവ്യകാരുണ്യം? രണ്ട്, എന്തുകൊണ്ട് ദിവ്യകാരുണ്യം മോഷ്ടിക്കപ്പെടും? ഈ സന്ദേശം എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു വെള്ള അപ്പം മാത്രമാണ്. എന്നാൽ ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു അപ്പം മാത്രമല്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ തിരുശരീരമാണ്. സാധാരണയായി ഗോതമ്പും മാവും വെള്ളവും മാത്രം ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കുന്നത്. അല്ലാതെ പ്രത്യേകമായി രഹസ്യ ഘടകങ്ങൾ, അത്ഭുത ശക്തിയോ ഒന്നുമില്ല. ഇത് നിർദ്ദേശമനുസരിച്ച് ഓരോ പള്ളികളിലും എത്തുന്നു. കടകളിൽ കിലോ കണക്കിന് ഇത് ലഭ്യമാണ്. കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്നതിന് മുൻപ് ഈ ഓസ്തി ആർക്കും കഴിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ വിശുദ്ധ കുർബാനയിൽ എല്ലാം മാറുന്നു. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് വൈദികൻ പരിശുദ്ധ കുർബാന മധ്യേ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ കർത്താവായ യേശു മരിക്കുന്നതിന് മുൻപ് അന്ത്യത്താഴ സമയത്ത് പറഞ്ഞ വാക്കുകളാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാകുന്നു. ഈ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും കത്തോലിക്ക വിശ്വാസവും വഴി ഈ അപ്പത്തിൻ്റെ സ്വഭാവം ക്രിസ്തുവിൻ്റെ ശരീരമായും വീഞ്ഞിൻ്റെ സ്വഭാവം ക്രിസ്തുവിൻ്റെ രക്തമായും മാറും. പിന്നീട് വൈദികൻ ഈ വിശുദ്ധ ഓസ്തി വീഞ്ഞി മുക്കി നൽകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന വെറും സാധാരണ അപ്പം പ്രാർത്ഥനയ്ക്ക് ശേഷം തിരുവോസ്തി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരം, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് കത്തോലിക്ക സഭ കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ദിവ്യകാരുണ്യം കത്തോലിക്ക സഭയിൽ ഏറ്റവും വലിയ കൂദാശയായി കണക്കാക്കപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, ദിവ്യകാരുണ്യം എന്തുകൊണ്ട് മോഷ്ടിക്കപ്പെടുന്നു? സൈത്താൻ വേർഷിപ്പേഴ്സ് അഥവാ സാത്താനെ ആരാധിക്കുന്നവർ ബ്ലാക്ക് മാസ് അല്ലെങ്കിൽ കറുത്ത കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൂദാശ പരികർമ്മം ചെയ്ത തിരുവോസ്തികളാണ്. ഈ തിരുവോസ്തി ഉപയോഗിച്ച് അവർ കർത്താവിനെയും കർത്താവിൻ്റെ സഭയും അവഹേളിച്ചാണ് സാത്താനെ പ്രീതിപ്പെടുത്തുന്നത്. ആരെങ്കിലും സാധാരണ ഓസ്തി കൊടുത്ത് അവരെ പറ്റിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൃത്യമായി ആ ഓസ്തിയിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് അവർക്ക് അറിയാൻ കഴിയും. അങ്ങനെ ആരെങ്കിലും പറ്റിക്കാൻ ശ്രമിച്ചാൽ അവരെ ഉപദ്രവിച്ചു വിടുകയാണ് പതിവ്. ഒരുപക്ഷെ ക്രിസ്ത്യാനിയേക്കാൾ കൂടുതൽ തിരുവോസ്തിയിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നത് സൈത്താൻ വേർഷിപ്പേഴ്സാണ്. അതിനുവേണ്ടി അവര് ഏജന്റുമാരെ നിയോഗിച്ചിട്ടുണ്ട്. അവര് കുർബാന നടക്കുന്ന സമയങ്ങളിൽ നമ്മുടെ പള്ളിയിലേക്ക് കയറി വിശുദ്ധ കുർബാന മധ്യേ അവർ ക്യൂ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് പോലെ അഭിനയിച്ച് കർത്താവിൻ്റെ തിരുശരീരവുമായി കടന്നു കളയാറുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ സമയങ്ങളിൽ കത്തോലിക്ക സഭ നമ്മോട് പറയുകയാണ്, സഭാ മക്കൾ ജാഗരൂകരായിരിക്കണം. പരിശുദ്ധ കുർബാന മധ്യേ ഇങ്ങനെ ദിവ്യകാരുണ്യ മോഷണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഉടനെ തന്നെ തർക്കം കൂടാതെ വൈദികനെയോ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷകരെ അറിയിക്കണം. എന്നിട്ട് നമ്മളത് ബ്ലോക്ക് ചെയ്യണം. കാരണം ഇത് വെറും ഒരു അപ്പമല്ല, നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരമാണ്. കർത്താവിൻ്റെ ഹൃദയമാണ് വേദനിക്കുന്നത്, സ്വർഗമാണ് വേദനിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ കത്തോലിക്ക സഭയിലുള്ളവർ, ക്രിസ്ത്യാനിയായിട്ടുള്ള മക്കൾ ജാഗരൂകരായിരിക്കണം. ഇത് നമ്മുടെ കർത്താവിൻ്റെ ശരീരമാണ്. ഈ സന്ദേശം ലോകം മുഴുവനുമുള്ള എല്ലാവരിലേക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രിസ്ത്യാനി മാത്രമല്ല, ഹിന്ദുവും മുസ്ലിമും മറ്റെല്ലാ മതസ്ഥരും ഈ സത്യം അറിയട്ടെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.